ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. Ada24 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു സെഷനുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, നമ്മുടെ SSC MTS പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്നാണ് എക്സാം നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഓഗസ്റ്റ് മാസമായി, ഓഗസ്റ്റ് 13-ാം തീയതിയായി. എന്നായിരിക്കാം നമ്മുടെ SSC MTSന്റെ എക്സാം നടക്കുന്നത്? CGLന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 6-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ SSC MTSന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെയും എന്താണ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് 2024 സെപ്റ്റംബർ 30 മുതൽ നവംബർ 14 വരെയാണ് ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. സെപ്റ്റംബർ 30 മുതൽ നവംബർ 14 വരെയാണ് SSC MTSന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിക്കൊള്ളുക. എല്ലാവരും ഒത്തിരി ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എക്സാമാണ്. ഇപ്പോൾ എന്നായിരുന്നു എക്സാം നടക്കുക എന്നുള്ളതായിരുന്നു എന്താ പറയുക, ആ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം SSCയുടെ നോട്ടിഫിക്കേഷൻ, ഒരു ആനുവൽ കലണ്ടർ ഉണ്ടായിരുന്നു SSCക്ക്. അതിനനുസരിച്ച് ആ ഒരു ഓർഡറിൽ ആ ഒരു നോട്ടിഫിക്കേഷൻസും എക്സാംസും ഇങ്ങനെ നടന്നു വരുമായിരുന്നു. CHSL വന്നു, CHSLന്റെ എക്സാം കഴിഞ്ഞു. ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരുന്നു അതിൻ്റെ എക്സാം നടന്നിട്ടുള്ളത്. അടുത്ത് CGL വന്നു, CGLന്റെ എക്സാമും ഡിക്ലെയർ ആയിട്ടുണ്ട്, സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ MTSും വന്നിട്ടുണ്ട്. MTS എത്രയായിരുന്നു? സെപ്റ്റംബർ 30 മുതൽ അതുപോലെ നവംബർ 14 വരെയാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ ഹവാൽദാർ എന്ന് പറയുന്ന ആ പോസ്റ്റുകളിലേക്കുള്ള SSC MTSന്റെ എന്താ പറയുക എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഒരു മന്ദഗതിയിലാണ്, ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ എക്സാം ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ, ഇനി സമയമുണ്ട്, ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇനി നമുക്ക് സമയമില്ല. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മാസമാണ്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 13-ആയി. ഏകദേശം ഒരു മാസത്തിന് അടുപ്പിച്ച് സമയം നമുക്കുണ്ട് കേട്ടോ. സെപ്റ്റംബർ 30 വരെ പറഞ്ഞാലും നമുക്ക് ഒക്ടോബർ പറയാം. സെപ്റ്റംബർ ലാസ്റ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 30 തൊട്ട് നവംബർ 14 വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം നമുക്കുണ്ട്. അപ്പോൾ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ആവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയും പിന്നീട് ആവട്ടെ എന്നും പറഞ്ഞ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണേ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം നോക്കാം. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസിനുള്ള സെറ്റ് ഞാൻ പറഞ്ഞു തരാം. എവിടെ നിന്നാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ അടയുടെ ആപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ആപ്പിനകത്താണ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സാംസ് ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് എടുക്കുമ്പോഴത്തേനും അതിനകത്തേൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ആപ്പിനകത്തേക്ക് വന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പിനകത്ത് നമ്മുടെ ഹോം പേജിൽ വരുമ്പോഴത്തേനും നമുക്ക് രണ്ടാമത്തെ സെഷൻ ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ സെഷൻ കേട്ടോ. ഈ സെഷനകത്ത് ഡെയിലി ക്യൂസസ് ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓരോ ഇതിന് വേണ്ടിയിട്ടുള്ള SSC CGLന്റെ ആയാലും അതുപോലെ SSC MTSന്റെ ആയാലും എല്ലാത്തിൻ്റെ എക്സാംസ്, ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അത് വെറുതെ അറ്റൻഡ് ചെയ്തിട്ട് കളഞ്ഞിട്ട് പോരുത്. അതിന് ശേഷം അതിൻ്റെ അനാലിസിസ് നോക്കുക, എവിടെയാണ് നമുക്ക് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യണം കേട്ടോ. സിലബസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അർജുനെ. ഓക്കെ, അഡ്മിറ്റ് കാർഡ് ഉടനെ പബ്ലിഷ് ചെയ്യും കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം, ഒരു 2 വീക്ക് ബിഫോർ ഒക്കെ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് വരാറുണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റ് നോക്കുക, നിങ്ങൾ ആ പ്രിപ്പയർ ചെയ്യാനുള്ള നോക്കുക. അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസും എക്സാംസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക. കേരളക്കകത്ത് വന്നതിന് ശേഷം SSC കേരള എന്നുള്ള സെക്ഷൻ എടുത്താൽ മതി കേട്ടോ. അതിനകത്ത് കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കേട്ടോ. CGLന്റെ ആയാലും MTSന്റെ ആയാലും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ SSCയുടെ ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ. ബുക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടം ഒരു 6 ബുക്സ് അടങ്ങുന്ന ഒരു കിറ്റ് ഉണ്ട്. ഈ കിറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അരിത്തമെറ്റിക്കിന്റെ ആയാലും റീസണിങ്ങിന്റെ ആയാലും ജനറൽ അവയർനെസിന്റെ ആയാലും അഡ്വാൻസ് മാത്സ് CGL പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളുടെ ആയാലും ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് കിറ്റ്, 8 ബുക്ക്, ഒരു 6 ബുക്ക് ചേർന്ന ഒരു ബുക്കാണ്, ബുക്ക് കിറ്റാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് പ്രിന്റഡ് ബുക്ക് കയ്യിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ പർച്ചേസ് ചെയ്യാം. ഇപ്പോഴാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രീഡം ഓഫർ സെയിൽ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. Y907S എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. Y907S എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1637 രൂപയ്ക്ക് ഈ ഒരു ബുക്ക് കിറ്റ് കേട്ടോ, ബുക്ക് കിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ബുക്കിനോട് കൂടി തന്നെ
ഈ ബുക്സും അവൈലബിൾ ആണ്. 93 ഈ ബുക്സും അവൈലബിൾ ആണ്. ഈ ബുക്സും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഡിജിറ്റലായിട്ടും പഠിക്കാം, അതുപോലെ പ്രിന്റഡ് ബുക്സ് നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ. ഇതെല്ലാം ബുക്സ് ഞാനിത് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എല്ലാ ആവശ്യത്തിനധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അതിന്റെ ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ കോണ്ടിന്റെ നമ്മൾ മാത്സിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ലെവലിലുണ്ട്. ഫൗണ്ടേഷൻ ലെവലുണ്ട്, മോഡറേറ്റ് ലെവലുണ്ട്, ഡിഫിക്കൽട്ട് ലെവലുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു SSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കിറ്റ് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാൻ ടെസ്റ്റ് സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഇനി കോഴ്സസ് നിങ്ങൾക്ക് സപ്പോർട്ട് വേണം, ഒരു ക്ലാസിന്റെ സഹായം കൂടിയേ തീരത്തുള്ളൂ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോടൊക്കെ ഡൗട്ട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാറുണ്ട്. ഒരു ഓർഡറിൽ പഠിക്കണം, ട്രിക്സ് വേണം, അതിനുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേന് SSC വിജയം ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ വാലിഡിറ്റി ആണ് കിട്ടുന്നത്. ഡബിൾ വാലിഡിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡബിൾ വാലിഡിറ്റിയോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 2 വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡബിൾ വാലിഡിറ്റി 1 വർഷം നോർമൽ ഫൗണ്ടേഷൻ ബാച്ചിന്റെ ഇത് വരുന്നത്. അപ്പോൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ 2 വർഷം വാലിഡിറ്റിയും കിട്ടും. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ SSC മാത്രമല്ല, ബാങ്ക് ഉണ്ട്, അതുപോലെ റെയിൽവേ ഇനി വരാനിരിക്കും. അപ്പോൾ റെയിൽവേയുടെ ഉണ്ട്, റെയിൽവേയുടെ നോക്കണമെന്നുണ്ടെങ്കിലും PSCയുടെ നോക്കണമെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ഒറ്റ പാക്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ മെഗാ പാക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. മെഗാ പാക്കിന് ഡബിൾ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് മെഗാ പാക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന SSC എക്സാം ആയിക്കോട്ടെ, റെയിൽവേ എക്സാം ആയിക്കോട്ടെ, ഏതിനും നിങ്ങൾക്ക് 3113 രൂപയ്ക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. 27% ഓഫറാണ്. ഇപ്പോൾ ഒരു ഫ്രീഡം ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. ഡബിൾ വാലിഡിറ്റി 27% ഓഫറും നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. 3000 രൂപയ്ക്ക് 1 വർഷത്തേക്ക് എല്ലാ പരീക്ഷയ്ക്കും പഠിക്കാനുള്ള കണ്ടന്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊള്ളുക. നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. ഡേറ്റ് വന്നു. സിലബസ് നമ്മുടെ SSC MTS സിലബസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ പ്രിന്റർ PDF ഉൾപ്പെടെ നമുക്ക് ഡൗൺലോഡ് ചെയ്താക്കാൻ പറ്റും. ADA 247 എന്നുള്ള രീതിക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സിലബസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ റീസണിങ്. ഇത്രയാണ് 25 ആ മാർക്ക് വീതമാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ എല്ലാം നമ്മുടെ ബ്ലോഗിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ADA 247 എന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ പേജിലേക്ക് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യും കേട്ടോ. സിലബസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കൊള്ളുക. ഇനി സമയം കളയണ്ട, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങും കേട്ടോ. നമുക്ക് വീണ്ടും സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ.